ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ അൺടോൾഡ് സ്റ്റോറീസ് ബൈ സാൻഡ്ര. അപ്പോൾ ഞാൻ രണ്ട് കുട്ടികൾ അമ്മയാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഒരു മദർഹുഡിലേക്കുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അമ്മയാവാൻ പോകുന്നതിന് മുന്നേയുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റോറീസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോറി കേട്ടോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഒന്ന് കേട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 26-ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പോൾ 26-ാമത്തെ വയസ്സ് വരെ ഞാനിങ്ങനെ ആഘോഷപരമായിട്ട് ജീവിക്കുകയായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ അടിച്ചു പൊളിച്ചായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് എനിക്കൊരു കുട്ടി വേണം. കാരണം എനിക്ക് സിബ്ലിങ്സ് ഇല്ല, ഞാൻ ഒറ്റ മോളാണ്. എനിക്ക് ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ഒന്നുമില്ല. അപ്പം എനിക്ക് അങ്ങനെ ആരും എൻ്റെ ഒരു പെറ്റായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് വേണം, എനിക്ക് കുട്ടികൾ വേണം എന്നുള്ള ആഗ്രഹം വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ 25-ാമത്തെ വയസ്സെത്തിയപ്പോൾ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാരൻസിന് ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിട്ടുള്ള കുട്ടിയാണ്. അതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവരുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് 30-നുള്ളിൽ 2 കുട്ടികൾ ഉണ്ടാവണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. നമ്മുടെ റീനു പറഞ്ഞതുപോലെ 30-നുള്ളിൽ എനിക്ക് ഫാമിലി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പോൾ 25-ാമത്തെ വയസ്സായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 25-ാം വയസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എൻ്റെ കല്യാണം ആയിട്ടോ. അതിനുശേഷം 26-ാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കൺസീവ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരിയിൽ എൻ്റെ കല്യാണമായിരുന്നു, മാർച്ചിൽ എനിക്ക് 26 വയസ്സ് ആകും. അപ്പം 26-ാമത്തെ വയസ്സായപ്പോഴാണ് എനിക്ക് കൺസീവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ബിക്കോസ് നമ്മൾ കല്യാണം കഴിച്ച പാടെ തന്നെ കൺസീവ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാതെ പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നതിനെ കുറിച്ച് അവിടുത്തെ ആ ഒരു സിറ്റുവേഷനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ പുതിയൊരു അതിഥിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ അഡ്ജസ്റ്റ് ആയതിനു ശേഷം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഓക്കെ നമുക്കൊരു കുട്ടീനെ വേണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിന് അത്രയും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള താല്പര്യപ്പെട്ട ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ രണ്ടും ഒരേ ഏജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ 26 വയസ്സിൽ കുട്ടി എന്ന് പറയുന്നത് അത്ര അഭികാമ്യമായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ പ്രായമായാലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ നിർബന്ധിച്ചു എനിക്ക് ഏജ് ആവുന്നു, ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ബർത്തിന്റെ സമയത്തും പ്രഗ്നൻസിന്റെ ടൈമിലും. അപ്പോൾ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഒരു 26 വയസ്സിൽ ഫസ്റ്റ് പ്രഗ്നൻസിയും അതിനുശേഷം ഒരു 30-നുള്ളിൽ സെക്കൻഡ് പ്രഗ്നൻസിയും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു ഓക്കെ ഒരു കുട്ടിയാവാം. തീരുമാനം എടുത്തതിന് ശേഷം ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്, ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നാണെങ്കിൽ പറയാം. അങ്ങനെ പോയി കണ്ട് നമുക്ക് നമ്മുടെ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാണ്ടെങ്കിൽ കൂട്ടി, അതായത് ഇപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ, BP, ഷുഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡ്, എസ്പെഷ്യലി തൈറോയിഡ് ഒക്കെ കുറച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ പ്രഗ്നൻസി മിസ്കാരേജ് ആവാതിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓക്കെ അപ്പോൾ എൻ്റെ ബോഡി ഫിറ്റ് ആണ് ഒരു പ്രഗ്നൻസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ ആകെ നമ്മൾ കഴിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്സ് നമ്മൾ നേരത്തെ കഴിച്ച് തുടങ്ങണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു 2 months മുൻപേ നമ്മൾ ഈ പറയുന്ന ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആശാ വർക്കർമാർ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിട്ട് അവർ പറയും ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങാൻ. കാരണം ആക്സിഡന്റലിയും പ്രഗ്നൻസി നമ്മുടെ നാട്ടിൽ കൂടുതലും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ല, നോർമലി അങ്ങനെ ഉണ്ടാകുന്നു. നമ്മൾ പറയുന്ന പോലെയാണ് നോർമലി എന്ന്, ചിലപ്പോൾ ആക്സിഡന്റലിയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർ പറയും നമ്മളോട് എന്ത് കഴിക്കാൻ, ഫോളിക് ആസിഡ് കഴിക്കാൻ. കാരണം ഈ കുട്ടി മിസ്കാരേജ് ആവാതിരിക്കാനും ഞരമ്പുകളും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ടെസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് മന്ത് ട്രൈ ചെയ്തു. ഫസ്റ്റ് മന്ത് ട്രൈ ചെയ്തിട്ട് ഓക്കെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ പ്രഗ്നന്റ് ആവും. നമ്മൾ മറ്റേ ഓവുലേഷൻ ഇതൊക്കെ ഏകദേശം നോക്കി നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് പീരീഡ്സ് റെഗുലർ ആണ് കേട്ടോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമുക്ക് ഈ ഓവുലേഷൻ ചെയ്ത് നമുക്ക് നമ്മുടെ പീരീഡ്സിന്റെ ഡേയ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ അങ്ങനെ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഓവുലേഷൻ ഡേ ഏകദേശം ഇത്ര ദിവസമാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ കുട്ടീനെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് മന്ത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. അതായത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ ഉറപ്പിച്ചല്ലോ. അപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഞാൻ നടക്കുന്നത്, ഇരിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ കറക്റ്റ് പീരീഡ്സിന്റെ ഡേറ്റിൽ ഒരു ദിവസം അങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ ഒരു ദിവസം നീങ്ങിയപ്പോൾ തന്നെ ഞാൻ വളരെ പ്രതീക്ഷയിലാണ് ഓക്കെ ഞാൻ പ്രഗ്നന്റ് ആണ്, പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാം അങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഒരു ദിവസം ഞാൻ പീരീഡ്സ് ആയി. അപ്പോൾ അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. എന്തിനാണ് അങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എന്തോ വളരെ കാലങ്ങളായിട്ട് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്തിട്ട് കുട്ടി ഉണ്ടാവാത്ത ഒരാളുടെ സിറ്റുവേഷൻ ആയിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. എനിവേ അങ്ങനെ അടുത്ത ഓക്കെ എന്തായാലും ആയില്ല. അപ്പോൾ അടുത്ത മന്ത് വീണ്ടും നമ്മൾ ട്രൈ ചെയ്തു. അങ്ങനെ ഞാനൊരു 1, 2, 3 മന്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓവുലേഷൻ്റെ ഇതേക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതായത് നമ്മുടെ ഓവുലേഷൻ ടൈമിൽ ഉണ്ടാവും നമ്മുടെ ബോഡിയിലെ ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് 2-3 മാസം എടുത്തു അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3-ാമത്തെ മാസം ഈ മാസങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവും കേട്ടോ. അതായത് എൻ്റെ വിചാരം എല്ലാ മാസവും ഞാൻ പ്രഗ്നന്റ് ആണ്, പക്ഷേ പ്രഗ്നന്റ് ആവാതിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം. ഞാനിങ്ങനെ ഡേയ്സ് ഒക്കെ എണ്ണിയാണ് ഇരിക്കുന്നത്. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വിരലെണ്ണിയാണ് ഓരോ ദിവസമൊക്കെ കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഞാൻ ഈ പറയുന്ന നമ്മൾ എന്ത് വന്നാലും നമ്മുടെ ഗൂഗിളിനോടാണല്ലോ ചോദിക്കുക. അങ്ങനെ ഗൂഗിളിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗൂഗിൾ പറഞ്ഞു എന്താണ്, ഒരു 6 months വരെ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത്, അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6 months വരെ നമുക്ക് വെരി നോർമലാണ് പ്രഗ്നന്റ് ആവാതിരിക്കാൻ. അതായത് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് ആവാതിരിക്കുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം 1 year വരെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവാതിരിക്കുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് പേടിക്കേണ്ട ഒന്നുമില്ല എന്നാണ് നമ്മൾ ഗൂഗിൾ നമ്മളോട് പറഞ്ഞത്. ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ആശ്വാസമായി, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ പ്രഗ്നന്റ് ആവാതിരിക്കുമ്പോൾ നമ്മൾ വിചാരം എനിക്കെന്തോ കുഴപ്പമുണ്ട്. നമ്മൾ വീണ്ടും പോയിട്ട് എൻ്റെ ബോഡി ഒന്ന് ചെക്ക് ചെയ്തു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ,
ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തേക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ബോഡിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡിനായി കൺഫ്യൂഷൻ, ഈ ഹസ്ബൻഡിനാണോ കുഴപ്പം? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാണ്, ഇടി എനിക്കാണ് തോന്നുന്നു കുഴപ്പം, എന്നാൽ പിന്നെ ഞാനൊന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഗൂഗിളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കൊന്ന് നോക്കി നോക്കാം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. എന്നിരുന്നാലും അതിനുശേഷമുള്ള നെക്സ്റ്റ് മന്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അത്ര കെയർ കൊടുക്കാൻ നിന്നില്ല. അതായത് ഓക്കെ, ഞങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, ആ ഒരു രീതിയിലായിരുന്നു ഞാൻ അതിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഡിഫറൻസ് കൊണ്ടാണോ എന്നറിയില്ല, ആ മന്ത് ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ആ കുട്ടി ഡെലിവറി ഒക്കെ ആയതിനു ശേഷം ഞാൻ കറക്റ്റ് ഈ പറയുന്ന ഗവൺമെന്റ് റൂൾസ് പ്രകാരം നമ്മൾ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത കുട്ടീനെ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുക. കാരണം 3 വയസ്സ് വരെ നമ്മുടെ കുട്ടിയുടെ ബുദ്ധിവികാസം അല്ലെങ്കിൽ അവരുടെ എല്ലാ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ മറ്റൊരു കുട്ടിക്ക് ബർത്ത് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കുട്ടി ഫസ്റ്റ് കുട്ടിക്ക് അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ 3 വയസ്സാവുന്നവരെ വെയിറ്റ് ചെയ്തു. ആ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. 3 വയസ്സ് വരെ ഞാൻ പാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൂക്ക് 2 വയസ്സ് വരെ എങ്കിലും പാൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ 3 വയസ്സ് വരെ പാൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പീഡിയാട്രീഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എത്ര വയസ്സ് വരെ പാൽ കൊടുക്കുന്നുണ്ടോ അത്രയും കുട്ടിക്ക് പ്രതിരോധ ശേഷിയും അതേപോലെ തന്നെ കുട്ടിയുടെ ബുദ്ധിവികാസമൊക്കെ നന്നായിട്ട് വർദ്ധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 3 വയസ്സ് വരെ പാൽ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു മാസം മുന്നേ, ഈ പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു മാസം മുന്നേ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പാലുകൂടി നിർത്തിച്ചു. ഫസ്റ്റ് അതായിരുന്നു ഞാൻ എടുത്ത സ്റ്റെപ്പ്, കൊച്ചിൻ്റെ പാലുകൂടി നിർത്തിച്ചു. അതിനുശേഷം നെക്സ്റ്റ് മന്ത് മുതൽ ഞങ്ങൾ ഇതേ പ്രൊസീജിയർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി. ആ സമയത്ത് എനിക്ക് ഒരു വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെന്തോ വേദനയാണോ എന്നപ്പോൾ തെറ്റിദ്ധരിച്ച് ഞാൻ സ്കാനിങ് അപ്പോൾ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വയറിൻ്റെ സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്കാനിങ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അബ്ഡോമൻ സ്കാൻ എടുക്കുമ്പോൾ അതിനകത്ത് യൂട്രസിൻ്റെയും ഓവറീസിൻ്റെ ഒക്കെ സ്കാനിങ് അതിനകത്ത് നടത്തിപ്പോരും. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ യൂട്രസിനും ഓവറീസിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പ്രഗ്നൻസിയിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സാധനം TSH ആണ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷുഗറും ചെക്ക് ചെയ്യണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രഗ്നൻസിക്ക് മുന്നേ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യണം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ബോഡീൻ്റെ വെയിറ്റ്, എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് ഞാൻ 36 കിലോയാണ് കൂടിയത്. ആക്ച്വലി നമ്മളൊരു 12 to 16 കിലോ ഒക്കെ കൂടിയാൽ മതി. എൻ്റെ ബോഡി ഞാൻ ഹൈറ്റ് ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്കൊരു 16 കിലോ വരെ കൂടാം. പക്ഷേ എനിക്കെന്തോ എന്ത് പറ്റിയെന്ന് അറിയില്ല, എനിക്ക് നല്ല വിശപ്പായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ 36 കിലോ ആണ് കൂടിയത്. എന്തായാലും ഡെലിവറി ടൈമിൽ ഒരു 64-ൽ നിന്ന് ഞാൻ 99 കിലോ ആയി. പക്ഷേ ഡെലിവറി ചെയ്ത പാടെ തന്നെ അത് 89 ആയിട്ട് കുറഞ്ഞു കേട്ടോ. ഇനി ആ 89-ൽ ഞാൻ തിരിച്ച് എവിടെ എത്തണം, ഈ പറയുന്ന 64-ലേക്ക് എത്തണം. എന്തായാലും 3 വർഷം കൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞു. എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്താൽ ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണല്ലോ. എനിക്ക് നോർമലി ഫുഡ് കൺട്രോൾ ചെയ്താൽ എൻ്റെ ബോഡീൻ്റെ വെയിറ്റ് നോർമലി കുറയും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടി കഴിഞ്ഞാൽ, ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് നോർമലി എൻ്റെ വെയിറ്റ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ 3 വർഷം കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബോഡിയിലെ കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം ഫാറ്റ് സ്വാഭാവികമായിട്ടും ഈ ബ്രസ്റ്റ് മിൽക്കായിട്ട് മാറുന്നുണ്ടാവും. അപ്പം ആ ഒരു രീതിക്ക് എൻ്റെ വെയിറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു. എൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. എനിക്ക് 64 എത്താൻ പറ്റിയില്ല, 68 വരെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയി. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വെയിറ്റ് നോക്കി ഞാൻ എന്തല്ല ഈ പറയുന്ന BMI കറക്റ്റ് ആയിരുന്നു. എനിക്ക് 168 പൊക്കം ഉണ്ട്. അപ്പോൾ എനിക്ക് 68 എന്ന് പറയുന്നത് എൻ്റെ BMI അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ആണ്, നോർമൽ വെയിറ്റ് ആണ്. അപ്പോൾ എൻ്റെ BMI കറക്റ്റ് ചെയ്തു, തൈറോയിഡ് നോക്കി, ഷുഗർ നോക്കി. പിന്നെ സ്കാൻ ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ യൂട്രസിനെ കുറിച്ചും ഓവറിനെ കുറിച്ചും ഒന്നും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഫസ്റ്റ് പ്രഗ്നന്റ് ആയല്ലോ, അപ്പോൾ സിമ്പിൾ ആയിരിക്കും സെക്കൻഡ് പ്രഗ്നൻസി. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ പോലെ തന്നെ ആദ്യം ഞാൻ ഈ വിരലിൽ എണ്ണി കാത്തിരിക്കുന്നു, അനങ്ങുന്നില്ല, വണ്ടി ഓടിക്കുന്നില്ല, കുഴിച്ചാടിക്കുന്നില്ല വണ്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് വളരെ ശ്രദ്ധയിലാണ് ഞാൻ പോയത്. ഫസ്റ്റ് മന്ത് പ്രഗ്നന്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഭയങ്കര സങ്കടമായി. ഞാൻ വിചാരിക്കുകയാണ് ഞാൻ എന്തിനാണെങ്കിലും സങ്കടപ്പെടുന്നത്, എനിക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്, ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരു പൊട്ടത്തരം ഞാൻ കാണിക്കുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഭയങ്കര സങ്കടമാണ് ഈ പീരീഡ്സ് ആവുന്ന സമയത്ത്. പ്ലാൻ ചെയ്ത് കുട്ടീനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് കുട്ടി ഉണ്ടാവാതെ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. രണ്ടാമത്തെ മന്തും അതേപോലെ പോയി, കുട്ടി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ പഴയ പോലെ തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യണം, നമുക്ക് മൈൻഡ് സെറ്റ് ആക്കാം, ഉണ്ടാവെങ്കിൽ ഉണ്ടാവട്ടെ, ഒരു കൊച്ചുണ്ടായാലും ഉണ്ടല്ലോ, ഇനി ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ ഞാൻ വിചാരിച്ചു എൻ്റെ മൈൻഡിനെ ടെൻഷൻ ഞാൻ കുറച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല റിലീഫ് ഉണ്ടാവും, ടെൻഷൻ കുറയും. അങ്ങനെ നെക്സ്റ്റ് മന്തും എന്നാലും നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ കുട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ വളരെ ഫ്രീ ആയിട്ടാണ് ട്രൈ ചെയ്തത്. പിന്നെ അങ്ങനെ സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നൊന്നുമില്ല. എന്നിട്ട് ഏറ്റവും കോമഡി ആയിട്ടുള്ള എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന പിന്നെ നമ്മൾ നോക്കുന്നില്ല, ഭയങ്കര ശ്രദ്ധിക്കുന്നൊന്നുമില്ല. മഴക്കാലത്താണ്, ജൂൺ മാസത്തിലാണ് കേട്ടോ ഇത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വയനാട്ടിലായതുകൊണ്ട് തന്നെ മഴ നന്നായിട്ട് പെയ്തിട്ട് ഞങ്ങൾ പുറകിലേക്ക് തിണ്ടിരിഞ്ഞ് വീണത് കാർ പോർച്ചിലേക്കാണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാർ പോർച്ച് മൊത്തം ചെളി മണ്ണൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇത് കാർ പോർച്ച് വൃത്തിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൻ കാർ പോർച്ച് അടിച്ച് വരലാണ് കേട്ടോ. പക്ഷെ അടിച്ചിട്ട് ചെളി പോകുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല നടുവേദന എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര അപരിചിതമായിട്ടുള്ള ഒരു വേദന, ഒരു പ്രത്യേക രീതിയിലുള്ള നടുവേദന. എനിക്ക് നടുവേദന എടുത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പീരീഡ്സ് ആവാനുള്ള ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എനിക്ക് പറ്റുന്നില്ല അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് തന്നെ അടിച്ചു വാരി മൊത്തം ഏകദേശം വൃത്തിയാക്കി.
അതിനുശേഷം ഞാനിങ്ങനെ കിടന്നപ്പം ഞാൻ ഈ പ്രഗ്നന്റ് ആവുമെന്ന് വിചാരിച്ചിട്ടൊരു എന്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിറ്റ് നമുക്ക് ഏർലി ഡിറ്റക്ഷൻ കിറ്റാണ്. നമ്മൾ പീരീഡ്സ് ആവുന്നതിന് 3 ദിവസം മുന്നേ വരെ നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ പറയുന്ന പ്രഗ്നന്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനതൊരു കൗതുകം കൊണ്ട് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. അതായത് ഞാൻ ഈ നമ്മളെ ഈ ഒരു യൂട്യൂബിലൊക്കെ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും സാധനം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറയുന്ന കുറേ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നു ടെസ്റ്റ് കിറ്റിന്. പക്ഷേ കൂടുതൽ ഫോറിനേഴ്സിന്റെ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കുന്ന സാധനമാണ് വന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എത്രയോ ഡേയ്സ് ഏർലിയർ, അതായത് ഇത്ര ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത്ര ഡേയ്സ് 9 ഡേയ്സ് പാസ്റ്റ് ഓവുലേഷൻ ഒക്കെ അവർക്ക് ഈ പറയുന്ന റിസൾട്ട് കിട്ടുന്ന എന്തുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അവരുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു, ഇന്ത്യയിൽ അങ്ങനത്തെ സാധനം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം കണ്ടു. ഞാൻ അതിന്റെ പേര് മറന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് ഞാൻ മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് നടുവേന വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ എങ്ങാൻ പ്രഗ്നന്റ് ആണെങ്കിലോ, ഇനി ഞാൻ എന്തായാലും പ്രഗ്നന്റ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ടെസ്റ്റ് കിറ്റ് വർക്കിംഗ് ആണോ, ഏർലി പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയേക്കാം. ഞാനിങ്ങനെ വെറുതെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒന്ന് നോക്കിയേക്കാം. ഇനി പോയാൽ ഒരു പാക്കറ്റിൽ 100 രൂപയ്ക്ക് 10 എണ്ണം കണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സാധനം ഉണ്ട്, അപ്പോൾ പിന്നെ പേടിക്കാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോക്കിയേക്കാം, ഇത് വർക്കിംഗ് ആണോ, ഇനി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാനേ സാധ്യതയില്ല. അപ്പോൾ ഞാൻ റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് അറിയാം, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഏർലി ഒക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ നമുക്ക് വേണം. അത് നമ്മൾ ഏർലി മോർണിംഗിലാണ് നമ്മൾ എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റു, ഞാൻ ടെസ്റ്റ് കിറ്റ് എടുത്തു, പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ കണ്ണ് ഉറക്കമൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ശരിക്കും കണ്ടുവരുന്നേ ഉള്ളൂ, കണ്ണൊന്നും തെളിഞ്ഞിട്ടില്ല, കണ്ണൊക്കെ ഒരു മങ്ങല. അപ്പോൾ ഞാനിങ്ങനെ പോയിരുന്ന് ഫസ്റ്റ് മൂത്രമൊക്കെ മുട്ടി കഴിഞ്ഞത് പോയി കഴിഞ്ഞാൽ പോയല്ലോ, പിന്നെ അടുത്ത ദിവസം ആവണ്ട. അപ്പോഴത്തേക്ക് ഒരു ദിവസം കൂടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പീരീഡ്സ് ആവാൻ ഇനി ഒരു 3 ദിവസമോ ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് പോയി ഞാൻ നോക്കിയിട്ടോ. ഞാൻ നോക്കുമ്പോൾ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കണ്ണൊക്കെ തിരുമ്മിയിട്ട് നോക്കിയാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ച് നോക്കാം, അതായത് കളർ ഞാൻ കൂടുന്നുണ്ടോ, എനിക്ക് കളറാണോ പിങ്ക് ഷെയ്ഡാണോ അതെയോ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ ഒന്നും മനസ്സിലാകുന്നത്, അത്രയും ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അതെ ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല, മേ ബി എന്തെങ്കിലുമൊക്കെ ഫോൾസ് ആയിട്ട് കാണിക്കുക എന്നുള്ളത് ഞാൻ പഠിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലൈനിൻ്റെ കളർ കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ചെക്ക് ചെയ്തു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ലൈറ്റ് ആണെങ്കിൽ നല്ല ഡാർക്ക് ആണെങ്കിൽ പ്രശ്നമില്ല, ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ അത് കൺഫേം ചെയ്യാൻ നെക്സ്റ്റ് ഡേ ഇതേ സമയത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ ഓക്കെ കൺഫേംഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹസ്ബൻഡിനെ കാണിച്ചു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴാണ് ഏറ്റവും രസം കേട്ടോ. അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കാം, നീ ഇത് ഇനി എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടെസ്റ്റ് കിറ്റ് കൊണ്ട് നോക്കി. ഡോക്ടർ ചോദിക്കാം, നീ എന്താ ഇതും കാത്തിരിക്കുമായിരുന്നു ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് പ്രഗ്നന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 5 വീക്സ് ആയിട്ടുള്ളൂ, അതായത് അന്ന് എനിക്ക് 4 വീക്സ് ആയിട്ടുള്ളൂ. അപ്പോൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റത്തേ ഇല്ല, ഒരു ഇതേനെ കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നീ ഒരു 5 വീക്സ് ആകുമ്പോൾ വന്നിട്ട് എന്ത് ചെയ്യുക, നീ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. പക്ഷേ 5 വീക്സ് പറഞ്ഞാൽ 2 ഏർലി ആണ് കേട്ടോ സ്കാനിങ്ങിന്. അപ്പോൾ ഞാനിങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം കൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ എനിവേ എന്നാൽ പിന്നെ ചെയ്തേക്കാന്ന് വെച്ച് 5 വീക്സിൽ വന്ന് ചെയ്തു. അപ്പം പ്രത്യേകിച്ച് അധികം ഒന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാണിച്ച ഡോക്ടർ തന്നെ പറഞ്ഞു ഓക്കെ റിവ്യൂ ചെയ്തിട്ട് 6 വീക്സിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്ത് 6 വീക്സിൽ വന്ന് കാണിച്ചപ്പോഴാണ് പ്രഗ്നൻസി കൺഫേം ചെയ്തത്. അതിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ടെസ്റ്റ് കിറ്റിൽ പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ സ്കാൻ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് കൺഫർമേഷൻ കിട്ടുള്ളൂ. കാരണം ചിലപ്പോൾ ഇത് യൂട്രസിന് പുറത്താവാം പ്രഗ്നൻസി. അപ്പോൾ യൂട്രസിന് അകത്താണോ എന്നുള്ളതും വളർച്ചയുള്ള പ്രഗ്നൻസി ആണോ എന്നുള്ളതൊക്കെ കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്താലാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രഗ്നന്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നന്റ് ആവണം എന്ന് വിചാരിച്ച് നമ്മൾ ഫിസിക്കലി ബന്ധപ്പെടുന്ന സമയത്ത് അതിനുശേഷമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുകയാണെന്ന് വിചാരിക്കുക, ടെൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറയും. മേ ബി അതൊരു ഹോർമോൺ തിങ് ആയിരിക്കും, കാരണം ഹോർമോൺസ് ആണല്ലോ ഇതിനൊക്കെ ബാലൻസ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഹോർമോൺ വേരിയേഷൻസ് സംഭവിക്കുന്നതുകൊണ്ടാവാന്നാണ്. ഞാൻ വളരെ ഇത് ക്ലിനിക്കലി പഠിച്ച ആളൊന്നുമല്ല, എന്നാൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ഹോർമോൺ വേരിയേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സാധനമാണ്. കാരണം നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് ആയിരിക്കും നമ്മൾ സ്ട്രെസ് എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് വരിക. അപ്പോൾ അത് നമ്മുടെ ഈ പ്രഗ്നൻസി ഹോർമോൺസിനൊക്കെ എന്ത് ചെയ്യും, താഴ്ത്തിക്കളയും, അല്ലെങ്കിൽ അതിൻ്റെ ലെവൽസ് ഹൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കില്ല. ഈ പ്രഗ്നൻസി ഹോർമോൺസ് ഒക്കെ ഹൈ ആയാൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസിനെ കറക്റ്റായിട്ട് അവിടെ താങ്ങി നിർത്താനും അത് ഒരു കംപ്ലീറ്റ് പ്രഗ്നൻസിയിലേക്ക് പോകാനൊക്കെ സഹായിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 എക്സ്പീരിയൻസിലും എനിക്ക് തോന്നിയിട്ടുള്ള ഈ പറഞ്ഞ സ്ട്രെസ് ഇല്ലാത്ത സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്തും അതിനുശേഷവും ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട്, നമ്മൾ ഫിസിക്കലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സൈഗോട്ട്, അതായത് ഈ സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്തിട്ട് അതൊരു ജീവനായിട്ട് മാറുള്ളൂ. അപ്പം അതിനൊക്കെ ടൈം എടുക്കുന്നുണ്ട്. ഈ പറയുന്ന ടൈം ഒക്കെ നമ്മൾ സ്ട്രെസ് അടിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അമ്മയ്ക്കും ഇതേ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കുട്ടി ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ടാണ്, 6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മയും പറഞ്ഞത് ഇതേ സാധനമാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് എടുത്തിട്ട് ഈ പറയുന്ന കറക്റ്റ് ഓവുലേഷൻ നോക്കുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നു, അതിനുശേഷം കുട്ടി ഉണ്ടാവുന്നില്ല. അപ്പോൾ ടെൻഷൻ ആവുന്നു, സങ്കടമാവുന്നു. അതായത് ഈ പറയുന്ന ഫിസിക്കലി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ആയോ എന്നുള്ളത്.
പക്ഷേ അവൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ദിവസം തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, ഉണ്ടായില്ലെങ്കിൽ ഓക്കെ. അങ്ങനെ വിട്ടതിന് ശേഷമാണ് നെക്സ്റ്റ് മന്താണ് ഞാൻ ഉണ്ടായിരുന്നത്. സെയിം അനുഭവം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പക്ഷേ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, അതായത് ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായതാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ സ്ട്രെസ് നമ്മളെ ഈ പറയുന്ന ഒരു പ്രഗ്നൻസിയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി ഫോർമേഷനിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട സാധനം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അത് ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താലോചിച്ചാലാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷവും നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനകത്തൊക്കെ നിങ്ങൾ സ്ട്രെസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നെഗറ്റീവായിട്ടായിരിക്കും അത് എപ്പോഴും ബാധിക്കുന്നത്. അപ്പോൾ അത് വിട്ടിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ എൻഗേജ് ആവുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രഗ്നൻസി ആ ഒരു നമ്മളൊരു കാഴ്ചപ്പാട് കേട്ടോ, എനിക്ക് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടാകും തോന്നുന്നു. അതായത് നമ്മൾ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആവുന്ന ആ ഒരു വിൻഡോ ഉണ്ടല്ലോ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ, ആ സമയത്ത് നമ്മൾ ഭയങ്കര കെയർ ആയിട്ട് കൊണ്ടു നടക്കണം എന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ഇത് പ്രഗ്നൻസി അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അനങ്ങരുതിയിരിക്കരുത്, നിൽക്കരുത്, നടക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു പ്രഗ്നന്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് അതിനുശേഷമുള്ള ആ ഒരു പാസ്റ്റ് ഓവുലേഷൻ ഡേയ്സ് നമ്മൾ ഒരിക്കലും ഭയങ്കര സ്ട്രെസ് ചെയ്ത്, അതേപോലെ തന്നെ ഒരു പണിയെടുക്കാതെയോ ഭയങ്കര ശ്രദ്ധിച്ച്, ഞാൻ വണ്ടി വളരെ ശ്രദ്ധിച്ച് ഓടിക്കുള്ളൂ, കുഴിയിലൊന്നും ചടിക്കാതെ. അതിനുശേഷം ഞാൻ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതിന് ശേഷം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഓടിക്കും, കുഴിയിൽ ചാടിച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആക്ച്വലി പ്രഗ്നന്റ് ആയത്. അപ്പം ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയോ നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ജെർക്കിങ്ങോ ചാട്ടോ ഒന്നും നമ്മുടെ പ്രഗ്നൻസിനെ ആക്ച്വലി അഫക്ട് ചെയ്യുന്നില്ല ഏർലി സ്റ്റേജിൽ. അതുകൊണ്ടൊന്നും നമ്മുടെ പ്രഗ്നൻസി പോയില്ല എന്നാണ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ അത് കെമിക്കൽ പ്രഗ്നൻസിയാണ്, അതായത് നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും ക്രോമസോമൽ പ്രശ്നങ്ങളുള്ള കുട്ടിയാണെങ്കിൽ അതിന് പ്രകൃതി എന്തെങ്കിലും നശിപ്പിച്ച് കളയും. അതാണ് ആ രീതിക്ക് പോകുന്ന കുട്ടികൾ. അതേപോലെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് തലേദിവസം ഞാൻ എന്ത് ചെയ്യായിരുന്നു, ഞാൻ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് തലേദിവസം ഞാൻ ഈ പറയുന്ന ഒരു കാർ പോർഷൻ മൊത്തം അടിച്ചു കഴുകി. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഞാൻ ആ ഒരു മന്ത് വണ്ടി ഓടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും എൻ്റെ പ്രഗ്നൻസിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കംപ്ലയിൻസ് വരാനുള്ള സാധ്യതയുണ്ടായി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫീഡിംഗ് കുറിച്ചുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും. അല്ലാത്ത പക്ഷേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫിസിക്കലി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പ്രഗ്നൻസിക്ക് സാധാരണഗതിയിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെൻഷനോ വറീസോ ഒന്നും വേണ്ട, നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ട്രൈ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഓക്കെ, ബൈ.